നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, എൻ്റെ ഒരു ഭാഗത്തിരിക്കുന്ന ഒരു ചങ്ങാതിയുടെ ഫോട്ടോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കാം. ഈ ചങ്ങാതിയുടെ പേരാണ് ഗീവർഗീസ് മാർ കൂറിലോസ്, അങ്ങനെ എന്തൊക്കെ വലിയ പേരൊക്കെയാണ് കേട്ടോ. ഇയാളെ അക്ഷരം തെറ്റാതെ സത്യത്തിൽ അന്തം കമ്മി മാക്രി കൂട്ടത്തിന്റെ ആ ഒരു മൂടുതാങ്ങി ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ പിണറായി വിജയന്റെ പ്രധാന മൂടുതാങ്ങി ആയിരുന്നു സത്യത്തിൽ ഇയാൾ BJP-ക്കെതിരെയും RSS-നെതിരെയും നമ്മുടെ ഭാരതത്തിലെ ഇന്ന് ദേശീയത, ഭാരതം ഭരിക്കുന്ന അതല്ലെങ്കിൽ മോദിജിയുടെ 2ാം കിരീടധാരണം 3ാം കിരീടധാരണത്തിലേക്ക് എത്തിയപ്പോഴും ഈ മോദിജിയൊക്കെ കൃത്യമായിട്ടും അത്ര കണ്ട് മോശമായ രീതിയിൽ തന്നെ വിമർശിച്ച് ഈ അന്തംകമ്മികളുടെയും ജിഹാദികളുടെയും ഒക്കെ കയ്യടി നേടിയിരുന്ന ഞമ്മന്റെ ഈ മാർ കൂറിലോസ് ഉണ്ടല്ലോ, ഈ ഗീവർഗീസ് മാർ കൂറിലോസ്, ഈ ഗീവർഗീസ് കൂറിലോസിന് കൃത്യമായിട്ടും പിണറായി വിജയൻ ആ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു. ചില വിവരദോഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെയും ജിഹാദികളുടെയും മൂട് താങ്ങിയതിന് കൃത്യമായിട്ടും പിണറായി വിജയൻ തന്നെ നന്നായിട്ട് വയറ് നിറച്ച് കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാ. അതിന് പിണറായി വിജയനെ പ്രചോദിപ്പിച്ചത് എന്തായിരുന്നു എന്നറിയാമോ? പിണറായി വിജയന്റെ പാർട്ടി കനലൊരു തരിയായി വീണ്ടും ഈ ലോക്സഭാ ഇലക്ഷനിൽ തുടർന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, നമ്മുടെ കൂറിലോസ് പറഞ്ഞു, മക്കളെ ഇനി ഒരു കൊറോണയോ അതല്ലെങ്കിൽ പ്രളയമോ വെച്ചുകൊണ്ട് കിറ്റ് എറിഞ്ഞു കൊടുത്തുകൊണ്ട് മലയാളികളെ പറ്റിക്കാനാവില്ല. ഇത് പിണറായി വിജയന്റെ ഇനി കിറ്റെറിഞ്ഞ് കളി നടക്കില്ല എന്ന് പച്ചയ്ക്ക് ഈ ചങ്ങാതി ആദ്യമായിട്ടൊരു സത്യം പറഞ്ഞു. ആ സത്യം പറഞ്ഞതോടുകൂടി അതുവരെ ഇടതുപക്ഷത്തെയും ജിഹാദികളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ചങ്ങാതിയെ തള്ളിക്കൊണ്ടായിരുന്നു പിണറായി വിജയൻ വിവരദോഷി എന്ന് ഇയാളെ ഒരു പൊതു മീറ്റിംഗിൽ കയറി വിളിച്ചത്. സത്യത്തിൽ അന്ന് പിണറായി വിജയനോട് നമ്മൾക്ക് ഒരു ദേഷ്യമൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇയാളൊരു വിവരദോഷി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇയാളൊരു വിവരദോഷി തന്നെയാണ് എന്ന് ഇയാൾ തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇയാളെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. CBI എന്ന് പറയുമ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, തട്ടിപ്പുകാരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഇയാളെ പറ്റിച്ച ഒരു കാര്യമുണ്ട്. അയാൾ തന്നെ അത് തുറന്നു പറയുന്നുണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങൾ ഈ പറയുന്ന ഗീവർഗീസ് മാർ കൂറിലോസ് പറയുന്ന കാര്യങ്ങൾ തന്നെ കേൾക്കുക. അതിനു വേണ്ടിയിട്ടാണ് അയാളെ ഫോട്ടോ അവിടെ വെച്ചിട്ടാണ്, അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ഒരു മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അത് കേട്ട് നോക്കാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കാണേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത്. മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഞാനൊരു ഓൺലൈൻ ചീറ്റിങ്ങിന് വിധേയനായി. അതിന്റെ ചില വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ചില പിശകുകളും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. തട്ടിപ്പ് നടന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് സെറ്റിൽമെന്റ് പണം അടച്ചു എന്നുള്ളത് ശരിയായ വാർത്തയല്ല. സെറ്റിൽമെന്റ് പണം അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, കൊടുത്തിട്ടുമില്ല. മറിച്ച് ഞാനൊരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വളരെ ചുരുക്കമായിട്ട് പറയാം. 2ാം തീയതി ഉച്ച കഴിഞ്ഞ് മുംബൈ സൈബർ എന്ന കോളർ ID-യിലാണ് ഫോൺ വരുന്നത്. ആ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് മുംബൈയിലെ ഒരു അക്കൗണ്ട് ഉണ്ട്, അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മണി ലോണ്ടറിങ് നടത്തുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. അതനുസരിച്ച് അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാനത് ഫ്ലാറ്റ്ലി റിജക്ട് ചെയ്തു. എനിക്ക് കേരളത്തിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ, കേരളത്തിന് വെളിയിൽ അക്കൗണ്ട് ഇല്ല. ഇങ്ങനെ ഒരാളുമായിട്ട് എനിക്ക് ബന്ധമില്ല, ഞാൻ അദ്ദേഹത്തെ അറിയത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, കേസ് നിലവിലുണ്ട്, അതുകൊണ്ട് അത് അഡ്രസ് ചെയ്തേ പറ്റൂ. ഞാൻ വീണ്ടും അത് നിഷേധിച്ചെങ്കിലും പിന്നെ അവര് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ പേര് ID ആരെങ്കിലും ദുരുപയോഗം ചെയ്തതായിരിക്കാം. എല്ലാം ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ID ആണ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ പേരിലാണ് അക്കൗണ്ട്, അതുകൊണ്ട് ഈ കേസ് നിലവിലുണ്ട്. നിങ്ങളുടെ പേര് അതിൽ ഒഴിവാക്കി കിട്ടുവാനായിട്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് അന്വേഷണമായിട്ട് സഹകരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല, ഞാൻ ആ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല, അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടും ഇത് ഇങ്ങനെ ഒരു മണി ലോണ്ടറിങ് ഇഷ്യൂ ആയതുകൊണ്ട് CBI ആണ് ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞ് CBI ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. CBI ഓഫീസർ എന്ന പേരിൽ ആരുടെയും പടം വരുന്നില്ല. പിന്നെ ഒരു വീഡിയോ കോളിലേക്ക് പോവുകയാണ്. CBIയുടെ ഒരു എംബ്ലം മാത്രം നമുക്ക് കാണാം.
പിന്നെ വോയിസും കേൾക്കാം. അപ്പോഴത്തേക്ക് വൈകുന്നേരമായി. നമുക്കൊക്കെ സിനിമയിലൊക്കെ കേട്ടുള്ള രീതിയിലുള്ള CBI ശൈലിയിലുള്ള ഒരു രംഗം ഒക്കെ അവിടെ ഉണ്ടാക്കി നമ്മളെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും ആക്രോശങ്ങളും ഒക്കെ. അറസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ബിഹേവ്സ് ഇൻ എ സസ്പീഷ്യസ് മാനർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദീപൊക്കെ ഇട്ട് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ഇന്റിമിഡേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. വീണ്ടും അലിഗേഷൻ ആവർത്തിച്ചു. പിന്നെ നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇഷ്യൂവിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അന്വേഷണമായിട്ട് സഹകരിക്കണം. അതിന്റെ അന്വേഷണം നടത്തുകയാണ്, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെക്കണം, അവരുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യൽ തുടരും. 2 മണിക്കൂറോളം CBI ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ്. ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർ ഒരു തമ്പിടാവും. ഉറങ്ങാൻ അനുവദിച്ചു. അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത്. അപ്പൊ ഈ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ പെടുത്തിയതായിരിക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പിറ്റേ ദിവസം രാവിലെ എന്നെ കോടതിയിൽ ഹാജരാക്കുകയാണെന്ന് പറഞ്ഞ്, ഓൺലൈൻ കോടതിയാണെന്ന് പറഞ്ഞ് ഹാജരാക്കുന്നു. എന്നോട് പറഞ്ഞ് ജഡ്ജിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ ജഡ്ജ് വന്നപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നു. ജഡ്ജ് എന്നോട് ഇന്ന കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാനത് ഡിനൈ ചെയ്തു. ഇതിനകത്ത് ഇൻവോൾവ് അല്ല, എനിക്കറിയത്ത് പോലും ഇല്ല എന്ന് പറയുന്നു. എങ്കിലും അന്വേഷണം നടക്കട്ടെ, ഇത് സീരിയസ് ഫ്രോഡ് ആയതുകൊണ്ട് അന്വേഷണം തീരുന്നത് വരെ നിങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്യും. അത് എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിട്ട് അതിലെ എമൗണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ കോടതി പിരിഞ്ഞു, അഡ്ജേൺ ചെയ്തു. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും. ഞാൻ എന്റെ കേരളത്തിലുള്ള എനിക്ക് ആകെയുള്ള 3 അക്കൗണ്ട്, ആകെയുള്ളത് 3 അക്കൗണ്ട് ആട്ടോ. അതിലുള്ള എമൗണ്ട് എല്ലാം കൂടെ 13 ലക്ഷം രൂപയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു തന്നു. അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ്, അതിലേക്ക് അയക്കണം. 12 മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു. ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട്, ഇപ്പോഴെല്ലാം ഞാൻ സർവൈലൻസിലാണ്, എന്നെ മൂവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്റെ ആകെയുള്ള ഫോൺ ഫോൺ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ പിന്നെ എന്നോട് ആവശ്യപ്പെടുന്നു 1,70,70,000 രൂപ നിങ്ങൾ അടുത്ത കാലത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ. ഇയാൾ എന്തൊരു മണ്ടനാണെന്ന് ആലോചിച്ച് നോക്കൂ. വിഡ്രോയിൽ നടന്നിട്ടില്ല, ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതോടെ അടച്ചാൽ വെരിഫിക്കേഷൻ നടത്തി 2 ദിവസത്തിനകം കേസ് ക്ലോസ് ചെയ്യാം. നിങ്ങൾ ജെനുവിനാണെങ്കിൽ 2 ദിവസത്തിനകം നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു തോന്നുന്നു. എന്റെ അക്കൗണ്ടിലെ പൈസ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കേസ് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ അച്ഛനെ വിളിച്ച് 1,70,70,000 രൂപ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്നിലേക്ക് അയച്ചു കൊടുത്തു. നാളെ നിങ്ങളെ റിലീസ് ചെയ്യും. നാളെ കോടതി ജഡ്ജ്മെന്റ് വരുമെന്ന്. ഇടയിൽ ആദ്യം കൂടി കോടതി വിധിയുടെ പകർപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട്, ജഡ്ജിയുടെ സീലൊക്കെ. ഇതെല്ലാം ജനുവനാണ് നമുക്ക് തോന്നും. അതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത പൈസയുടെ രസീത് അരമണിക്കൂറിനകം നമുക്ക് സുപ്രീം കോടതിയുടെ എംബ്ലവും ഒക്കെ വെച്ച് രസീത് നമുക്ക് തരികയാണ്. നമുക്ക് നോക്കൂ, ഇയാള് എന്തൊരു വിവരദോഷിയാണ് എന്ന് സത്യത്തിൽ ഇപ്പൊ ചിന്തിച്ചു പോവുകയാണ്. കാരണം ഒരു അച്ഛനൊക്കെ ഈ വരണമെന്നുണ്ടെങ്കിൽ, അതും ഒരു സഭയുടെ മേലധ്യക്ഷനൊക്കെ ആയിട്ട് വന്നുകൊണ്ട് ഒരു സഭയെ ഒന്നടങ്കം ഭരിച്ചിരുന്ന ചങ്ങാതി കൂടിയാണ് ഇദ്ദേഹം. ഇത്തരത്തിൽ വിവരമുള്ള ഇയാൾ കൃത്യമായിട്ട് CBI നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോള് വരുന്നു. അങ്ങനെ ഇയാളെ വീഡിയോ കോളിലേക്ക് വരുന്നു. ഇയാളെ ഡിജിറ്റൽ കസ്റ്റഡിയിൽ വെച്ചു എന്നാണ് CBI പറയുന്നത്. ആലോചിച്ചപ്പോ കുറച്ച് വിവരമുള്ള, ഇപ്പൊ നമ്മളൊക്കെ ഈ ചാനൽ മേഖല തുടങ്ങിയതിനു ശേഷം ഒട്ടേറെ
കേസുകൾ നമ്മുടെ പേരിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. എല്ലാ ചാനലുകാർക്കെതിരെ എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ചൊക്കെ നിയമത്തിന്റെ വശങ്ങൾ അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ചങ്ങാതിക്ക് അല്പമെങ്കിലും വിവരമുണ്ടെങ്കിൽ ഡിജിറ്റൽ കസ്റ്റഡി ഇനി വേണ്ട. ഡിജിറ്റൽ കസ്റ്റഡി എന്നുള്ളത് അയാൾക്ക് അറിയാതെ പോയൊരു കേസ്, അയാൾക്ക് കേസുമായിട്ട് ബന്ധമുണ്ടായിരിക്കില്ല. ഇനി അയാൾക്ക് ഈ CBI എന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് അത് ജെനുവിൻ ആണോ? ഈ കാശ് വരെ ആവശ്യപ്പെടുമ്പോൾ അതും 1-2 രൂപയല്ല, 13 ലക്ഷം രൂപയോളമാണ് ഇയാൾ അയച്ചു കൊടുക്കുന്നത്. അത്തരത്തിൽ ഇയാൾ ഇങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ഇയാൾക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് വേണമെങ്കിൽ ആ കോൾ കട്ട് ചെയ്യാം. കാരണം യഥാർത്ഥ CBI-കാരാണെങ്കിൽ ഒരു കോൾ കട്ടായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇയാൾക്ക് ആ നെറ്റ്വർക്കിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എന്നൊക്കെ ധരിച്ചുകൊണ്ട് യഥാർത്ഥ CBI-കാർ വീണ്ടും അവർ ബന്ധപ്പെടും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അയാൾക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടും ഇത് ജെനുവിൻ ആണോ എന്ന് അന്വേഷിക്കാൻ. അയാളുടെ ഫോണിൽ നിന്നൊരു കോൾ ചെയ്താൽ, പോലീസ് സംവിധാനത്തിലേക്ക് ഒരു കോൾ ചെയ്താൽ അത് തെളിയിക്കാൻ പറ്റുമെന്നിരിക്കാം. ഇയാൾ പറയുന്നത് അപ്പാടെ വിഴുങ്ങാൻ ഇയാളെ വിശ്വസിക്കുന്ന മാക്രിക്കൂട്ടങ്ങൾക്ക് മാത്രമേ ആവുകയുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഇയാളെ പണമിടപാട് അതല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് പോലും നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഈ CBI വിളിച്ചത്. ഇയാൾ ഈ പൈസ കൊടുക്കാൻ വേണ്ടി ഇവർ ആവശ്യപ്പെട്ട സമയത്ത് കണ്ണും പൂട്ടി 13 ലക്ഷം കൊടുക്കുന്നത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോ മടിയിൽ കനമുള്ളത് കൊണ്ടായിരിക്കല്ലോ ഇയാൾക്ക് ഭയം വന്നിട്ടുണ്ടാവുക. അല്ലാണ്ട് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 13 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ആ അക്കൗണ്ടിലുള്ള കാശ് ഒരു ആധികാരികത ഇല്ലാതെ ഒരു കോൾ ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരായിരിക്കണം? ഒന്നെങ്കിൽ നമ്മൾ ഭയന്നുകൊണ്ട്, ഇത് പേടിച്ചുകൊണ്ട് ഞാൻ പെട്ടല്ലോ എന്ന് ഭയപ്പെട്ട് കൊടുക്കുന്നവരായിരിക്കാം. അല്ലെങ്കിലോ യഥാർത്ഥത്തിൽ കള്ളത്തരം ചെയ്ത ആളുകളും കൊടുക്കാം, ഈ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീരട്ടെ എന്ന് കരുതിയിട്ട്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തെന്ന് അറിയാമോ? 1,70,70,000 രൂപ നിങ്ങൾ മുൻപ് വിഡ്രോ ചെയ്തിട്ടുണ്ട്, അതും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ CBI വീണ്ടും ബന്ധപ്പെട്ടു എന്നാ പറയുന്നത്. CBI അല്ല എന്നുള്ളത് പിന്നെയാണ് പറയുന്നത്. അങ്ങനെ അയാൾ അതും കൊടുക്കുന്നു. അതും കൊടുത്തു കഴിഞ്ഞ് പിറ്റേന്ന് അയാൾ ഡിജിറ്റൽ കസ്റ്റഡിയിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ട് അയാൾക്ക് ജഡ്ജ്മെന്റ് കൊടുക്കുന്നു CBI കോടതി. നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു, നിങ്ങൾ ഇതിൽ നിരപരാധിയാണ്, നിങ്ങളുടെ കാശ് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ്. അല്പസമയം കഴിഞ്ഞിട്ട് അയാളെ വാട്സപ്പിൽ ഇതേ ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ടിട്ട് ചോദിക്കാത്രേ, ഞാൻ ഇടപെട്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്, അതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഇയാൾ സന്ദേശം നൽകുന്നു. അതോടുകൂടിയാണ് അത്രേ നമ്മുടെ ഈ കൂറിലോസിന് സംശയം ഉദിച്ചതും ഈ കൂറിലോസ് അയാളുടെ വക്കീലിനെയും മറ്റും ബന്ധപ്പെട്ടത്. അപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു, തട്ടിപ്പിൽ ഇരയായിരിക്കുന്നു എന്ന് ഈ പിണറായി വിജയൻ വിളിച്ച വിവരദോഷി അറിയുന്നത് എന്ന് ഇയാൾ പറയുന്നത് അപ്പാടെ വിഴുങ്ങണം എന്നുണ്ടെങ്കിൽ അത് കമ്മികൾക്ക്, മാക്രിക്കൂട്ടങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. പിണറായി വിജയൻ അടക്കമുള്ള അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികൾ അടക്കമുള്ള ആളുകൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് അത് അമേധ്യമായി പുറന്തള്ളുന്ന, വായിലൂടെ പുറന്തള്ളുന്ന മാക്രിക്കുഞ്ഞുങ്ങൾക്ക് അത് ചേരുകയുള്ളൂ. അതുകൊണ്ട് അന്തം കമ്മികൾക്കും ജിഹാദികൾക്കും വേണ്ടി ഘോരം ശബ്ദിച്ച ഇയാളുടെ 15 ലക്ഷം, ഏകദേശം 14,70,000 രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ പോയി എന്നുള്ളതാണ്. അതിന് CBI-യുടെ വേഷമണിഞ്ഞുകൊണ്ട് ഓൺലൈനിലൂടെ ഇയാളെ ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളോട് പറഞ്ഞുകൊണ്ട് ഇയാളെ വിശ്വസിപ്പിച്ചുകൊണ്ട് കാശ് ഇടിപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. ഇനി ഇതിന് 2 വശമുണ്ട് കേട്ടോ. ഒന്ന്, അയാളെ നമുക്ക് വിശ്വസിക്കാതെ അയാളുടെ വല്ല ഉഡായിപ്പോ ആയിരിക്കാമെന്ന് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് വലിയൊരു അറിവ് കൂടിയാണ് ഇയാൾ പങ്കുവെക്കുന്നത് എന്നതുകൂടി പറയേണ്ടതുണ്ട്. കാരണം ഏതൊരാൾക്കും, ഇയാൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആണ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് എന്നിരിക്കെ അയാളെ പോലും ഈ ഓൺലൈൻ തട്ടിപ്പുകാർ പറ്റിച്ച് ഈ 15 ലക്ഷം രൂപയോളം തട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പുകാരുടെ ആ ഒരു അഗ്രഗണ്യന്മാരെയുള്ള തട്ടിപ്പുകാർ, അവരുടെ ആ കുൽസിത പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ കുപ്രവർത്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തട്ടിപ്പുകൾ പല വിധത്തിൽ വരും. അതുകൊണ്ട് കാശ് നിങ്ങളുടെ ആരെടുത്ത് ചോദിക്കുമ്പോഴും ഇതുപോലെ എന്ത് ഭീഷണിപ്പെടുത്തി ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ആ കോൾ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. ഇയാൾ അത് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ ഈ കള്ളപ്പണത്തിന്റെ ഏർപ്പാട് പറഞ്ഞത് കൊണ്ട്, ഭയന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ വല്ല ഉടായ്പും ഇയാൾക്ക് ഉണ്ടായിരിക്കാം എന്നത് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനും ആവില്ല. എന്തായാലും നമ്മന്റെ അന്തം കമ്മി മാക്രികൾക്കും ജിഹാദികൾക്കും വേണ്ടി വാതോരാതെ ഘോരം ശബ്ദിച്ച ഞമ്മന്റെ ഗീവർഗീസ് മാർ കൂരിലോസിന് 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. CBI അയാളെ ബാത്റൂമിലേക്ക് പോലും വിട്ടില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്തായാലും ഇതിൽ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നുള്ളത് മാന്യ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.